ഹായ് ഓൾ. ഓൺലൈനിൽ എന്തെങ്കിലും ജോബ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ വീട്ടിലിരുന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ? ഓൺലൈൻ ടീച്ചിങ് ജോബ് നോക്കുന്നവരാണോ? എങ്കിൽ ഈ 5 വെബ്സൈറ്റുകൾ നിങ്ങൾക്കുള്ളതാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് 5 വെബ്സൈറ്റ്സുകളാണ് പറയുന്നത്. അപ്പോൾ ഓരോന്നിലും എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾക്കത് വേണ്ട എന്നുള്ളതാണെങ്കിൽ ഏറ്റവും എൻഡിൽ ഓരോന്നിലും രജിസ്റ്റർ ചെയ്യുമ്പോൾ വേണ്ട റിക്വയർമെൻറ്റ്സ് ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് മാത്രം ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ അതിൽ എല്ലാ വെബ്സൈറ്റ്സിൻ്റെയും പേരുകളുണ്ട്. നിങ്ങൾ ആദ്യം ഇത് പ്രിപ്പയർ ചെയ്ത് വെച്ചതിന് ശേഷം വേണം അപ്ലൈ ചെയ്യാൻ. അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് പാതി വഴിയാകുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഓരോ സാധനങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകേണ്ടി വരും. അതായത് ഇൻട്രൊഡക്ഷൻ വീഡിയോ ചിലതിൽ വേണ്ടി വരും, ചിലതിൽ ഫോട്ടോ വേണ്ടി വരും, ചിലതിൽ നമ്മൾ ID കാർഡ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് നേരത്തെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം രജിസ്റ്റർ ചെയ്യുന്നതാണ് അഭികാമ്യം. അതേപോലെ ഓൺലൈൻ സൈറ്റ്സ് ചൂസ് ചെയ്യുമ്പോൾ അങ്ങോട്ട് കാശ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്നതിലൊന്നും രജിസ്റ്റർ ചെയ്യാതിരിക്കുക. ഈ 5 വെബ്സൈറ്റ്സും തികച്ചും ഫ്രീ ആണ്. ഒന്നാമത്തേത് ടീച്ചറോണിൽ നമുക്ക് എന്തും പഠിപ്പിക്കാം. അതേപോലെ തന്നെ ഇതിൽ നോക്കുവാണെങ്കിൽ എല്ലാ ഒരു ഹാഫ് ആൻ അവറിലും ഇവരുടെ അപ്ഡേഷൻ കാണാം, അവർക്ക് എന്താണ് റിക്വയർമെൻ്റ് എന്നുള്ളത്. അതായത് സ്കൂൾ കുട്ടികളെ മാത്രമല്ല, നമുക്ക് ഹയർ ആയിട്ടുള്ള കുട്ടികളെയും അതിന് മുകളിൽ ഡിഗ്രി പഠിക്കുന്നവരെയും അതിന് മുകളിലേക്ക് പഠിക്കുന്നവരെയും ഒക്കെ നമുക്കിതിൽ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. പേയ്മെൻറ്റ് നമ്മൾ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ടീച്ചിങ് ജോബ്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് അതായത് ഏറ്റവും പുതിയതായിട്ട് വന്ന അപ്ഡേഷൻസ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നമുക്ക് ഡയറക്റ്റായിട്ട് ഇവരെ ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമുക്ക് കുട്ടികളെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും മുകളിൽ തന്നെ രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുക. പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും മെയിലൊക്കെ വരും. സോ അങ്ങനെ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് കുട്ടികളെ കിട്ടുള്ളൂ. അടുത്ത വെബ്സൈറ്റാണ് അർബൻ പ്രോ. ഇതിൻ്റെ അകത്തും നമുക്ക് ധാരാളം കുട്ടികളെ ലഭിക്കും. ഈ എല്ലാ വെബ്സൈറ്റ്സും ഫ്രീ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സൈൻ അപ്പ് ആസ് എ ട്യൂട്ടർ എന്നുണ്ടാവും, ഏറ്റവും മുകളിൽ തന്നെ ഉണ്ടാവും. നമുക്കതിൽ ട്യൂട്ടറായിട്ട് രജിസ്റ്റർ ചെയ്യാം. ഈ വെബ്സൈറ്റിൽ നിങ്ങൾ വെറുതെ താഴോട്ട് പോയി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എന്തെല്ലാം പഠിപ്പിക്കാം. ചിലപ്പോൾ സബ്ജക്ട്സ് മാത്രമായിരിക്കില്ല, ചിലതിൽ മ്യൂസിക് പഠിപ്പിക്കാൻ സാധിക്കും, ഇൻസ്ട്രുമെൻറ്റ്സ് പഠിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ ഗോ ത്രൂ ചെയ്യുക, നിങ്ങൾക്ക് എന്തെല്ലാമാണ് ഇതിൽ പഠിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളത്. ദെൻ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്യൂട്ടറായിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഇനി മൂന്നാമത്തേതാണ് സൂപ്പർ പ്രൂഫ്. ഇതും വളരെ നല്ലൊരു വെബ്സൈറ്റാണ്. ഇതിലും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ട്യൂട്ടറായിട്ട് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ അകത്ത് പാർട്ട്ണറായിട്ട് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം. പക്ഷെ അതിന് റിക്വയർമെൻറ്റ്സ് കൂടുതലാണ്. അപ്പോൾ ഇനിഷ്യലി നമുക്ക് ട്യൂട്ടറായിട്ട് രജിസ്റ്റർ ചെയ്ത് പഠിപ്പിച്ചൊക്കെ തുടങ്ങിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് സൂപ്പർ പ്രൂഫ് പാർട്ട്ണർഷിപ്പിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ഇതിലും മ്യൂസിക്കും ഇൻസ്ട്രുമെൻറ്റ്സും ഒക്കെ നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കും. സൈഡിലുള്ള 3 ലൈൻസ് ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്യൂട്ടറായിട്ട് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണിക്കും. നമുക്കതിൽ ബേസിക് റിക്വയർമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത വെബ്സൈറ്റാണ് പ്രീപ്ലൈയും ഇതേപോലെ തന്നെ കൂടുതലും പുറത്തുള്ള കുട്ടികളെ നമുക്ക് പഠിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്രീപ്ലൈ ചൂസ് ചെയ്യാം. അപ്പോൾ പുറത്തുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് നമുക്ക് പേയ്മെൻറ്റ് കുറച്ചുകൂടെ കൂടുതലുണ്ടാകും. അപ്പം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി അങ്ങനെയല്ല, ചിലപ്പോൾ മലയാളം മാത്രമായിരിക്കും നമ്മളെ കൊണ്ട് പഠിപ്പിക്കാൻ സാധിക്കുക, അങ്ങനെ ലാംഗ്വേജ് പഠിപ്പിക്കാനും സാധിക്കും. ലാംഗ്വേജ് പഠിപ്പിക്കാൻ സാധിക്കുന്ന വെബ്സൈറ്റ്സും ഇതിലുണ്ട്. അപ്പം നിങ്ങൾ ഓരോ വെബ്സൈറ്റ്സിലും കയറുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് റീഡ് ചെയ്യുക, അതിനുശേഷം രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാം നമുക്ക് പേയ്മെൻറ്റ് സ്വയം ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഇനിഷ്യലി നമ്മൾ ഒരുപാട് ഹയർ പേയ്മെൻ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് കുട്ടികളെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിലും നമുക്ക് സൈനപ്പ് ചെയ്യാൻ പറ്റും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈനപ്പ് ചെയ്യാൻ പറ്റും. എല്ലാത്തിനും വെരിഫിക്കേഷൻ ഉണ്ടാവും കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു ID പ്രൂഫ് കൊടുക്കേണ്ടി വരും. അത് ഞാൻ എൻഡിൽ പറയുന്നുണ്ട്, ഓരോന്നിനും എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. ടേബിള് ദയവേത് നോക്കുക. അടുത്തതാണ് ഔട്ട്സ്കൂൾ.
ഔട്ട് സ്കൂള് ഇന്ത്യൻ റെസിഡൻ്റ് ആയിട്ടുള്ളവർക്ക് പറ്റത്തില്ല കേട്ടോ. അത് പുറത്തുള്ള ആൾക്കാർക്ക് മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ US, കാനഡ, ഓസ്ട്രേലിയ അവിടെ നിന്നൊക്കെ ഉള്ളവർ ഇപ്പോൾ ഹസ്ബൻഡ് അവിടെ വർക്കിംഗ് ആയിരിക്കും, വൈഫിന് പാർട്ട് ടൈം ആയിട്ട് ഒരു ജോലി വേണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഔട്ട് സ്കൂള് വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഏതൊക്കെ കൺട്രിയിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനി അങ്ങനെയല്ല, ഞാൻ ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ മോർ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതിലും നമുക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ബേസിക് റിക്വയർമെൻറ്റ്സ് എല്ലാം കൊടുക്കണം. മിക്കതിലും നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ ഒക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഈ ഫോട്ടോ ചോദിക്കുന്നുണ്ടല്ലോ, അല്ലെ ID കാർഡ് ചോദിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും ഇപ്പോൾ കുട്ടികളെ വിശ്വസിച്ച് നമ്മൾ ഏൽപ്പിക്കണ്ടേ, അപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി അവർ തീർച്ചയായും ചെക്ക് ചെയ്യും. അതിനുശേഷം മാത്രമേ നമുക്ക് കുട്ടികളെ ലഭിക്കത്തുള്ളൂ. ഇനി നമുക്ക് ഓരോന്നിനും അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ബേസിക് ആയിട്ട് എന്തെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കണമെന്ന് നോക്കാം. ഇപ്പം ജനറലി ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, അതേപോലെ കോണ്ടാക്ട് ഡീറ്റെയിൽസ്, മെയിൽ ID, ഇതൊക്കെയാണ് ജനറലി കൊടുക്കുക. ഇനി ഇതല്ലാണ്ട് നമ്മൾ ഏതൊക്കെ സബ്ജക്ട്സ് പഠിപ്പിക്കും, അതേപോലെ ഏതൊക്കെ അവറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കാം. അത് കൊടുക്കേണ്ടി വരും. പിന്നെ പ്രൊഫൈൽ ഫോട്ടോ. ഇപ്പോൾ ഒരു ട്യൂട്ടറിനെ ചൂസ് ചെയ്യണമെങ്കിൽ കുട്ടികൾ പ്രൊഫൈൽ ഫോട്ടോയും പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും എല്ലാം നോക്കിയിട്ടായിരിക്കും ചൂസ് ചെയ്യുക. അതേപോലെ നമ്മുടെ ID വെരിഫിക്കേഷൻ ഉണ്ടാകും, അതും എല്ലാത്തിലും റിക്വയർമെൻ്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ സർട്ടിഫിക്കേഷൻ, അതായത് നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ചോദിക്കും, നമ്മുടെ വെരിഫിക്കേഷന് വേണ്ടിയാണ്. അതേപോലെ ഇതിൽ പേയ്മെൻറ്റ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അവൈലബിലിറ്റി, ഇപ്പോൾ നമ്മൾ ഏത് ടൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നേരത്തെ ഡിസൈഡ് ചെയ്ത് അത് ഇതിൽ കൊടുക്കേണ്ടതുണ്ട്. മിക്കവാറും എല്ലാത്തിലും ഇൻട്രൊഡക്ടറി വീഡിയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ആണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ്, നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. ചിലതിൽ ഇൻട്രൊഡക്ഷൻ വീഡിയോ വേണ്ടതുണ്ട്. അപ്പം നിങ്ങൾ നല്ലൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതിൽ തീർച്ചയായും നിങ്ങളുടെ എക്സ്പീരിയൻസ്, അതേപോലെ നിങ്ങൾ എന്തിലൊക്കെയാണ് സ്ട്രോങ് ആയിട്ടുള്ളത്, നമ്മുടെ ടീച്ചിങ് മെത്തഡോളജി, അതൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അതേപോലെ തന്നെ ഒരു ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കായിട്ട് ഒരു സിസ്റ്റം വേണം, അതേപോലെ എഴുതാനുള്ള പെൻ ടാബ്ലറ്റ് വേണം, അങ്ങനത്തെ വെബ് ക്യാമിൻ്റെ ഒക്കെ റിക്വയർമെൻ്റ് ഉണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളവർക്കായിരിക്കും എപ്പോഴും പ്രിഫറൻസ് കിട്ടുക. നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും വെബ്സൈറ്റ്സിനെ കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ നല്ലൊരു റെസ്യൂമും കൂടെ പ്രിപ്പയർ ചെയ്ത് വെക്കണം, ചിലതിന് നമ്മളത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. താങ്ക് യു ഫോർ വാച്ചിങ്.